CPIM ഓഫീസുകൾ പൊളിക്കാൻ കോൺഗ്രസിന് ഒറ്റ രാത്രി മതിയെന്ന് വെല്ലുവിളിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. നമ്മുടെ 10 പിള്ളാരെ അയച്ച് കാണിച്ചു തരാമെന്നായിരുന്നു കണ്ണൂരിൽ കെ സുധാകരന്റെ വെല്ലുവിളി. പിണറായിയിൽ അടിച്ചു തകർത്ത കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് വെല്ലുവിളി. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, അന്തസ്സുള്ളൊരു രാഷ്ട്രീയ നേതാവിന്റെ മാന്യത കാണിക്കാൻ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ഓഫീസുകളൊക്കെ നിങ്ങളിത് പൊളിക്കാൻ നിങ്ങൾക്ക് 10 പിള്ളേരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റും. CPM ധരിക്കുന്നത് നിങ്ങളിതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ? പൊളിച്ച് കാണണമെന്ന് CPM ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ പറയണോ? നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം. ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അർജുൻ കല്യാട് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അർജുൻ കല്യാട്. ബ്രണ്ണൻ കോളേജ് വെല്ലുവിളിക്ക് ശേഷം അടുത്ത വെല്ലുവിളി, അതും പിണറായിയിൽ പോയി നടത്തിയിരിക്കുകയാണ് കെ സുധാകരൻ. അവിടെ ആ ഓഫീസിലുണ്ടായ അതിക്രമം, അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയോ? അതിൽ അന്വേഷണം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ വെല്ലുവിളി ഇതൊരു പ്രകോപനമായി മാറുമോ അർജുൻ? അതായത് ഇന്ന് രാവിലെയാണ് കോൺഗ്രസിന്റെ വെണ്ടുട്ടായി ബൂത്ത് കമ്മിറ്റിയുടെ കോൺഗ്രസ് ഓഫീസ് രാവിലെ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ തന്നെ അത് CPIM ആണ് എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ആ ഓഫീസിന്റെ ഉദ്ഘാടനം KPCC പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. അത് പ്രകാരം തന്നെ KPCC പ്രസിഡന്റ് ഈ ഓഫീസിലേക്ക് എത്തി ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് അതിന്റെ പ്രസംഗം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ CPM-ന് നേരെ അതിശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഓഫീസുകൾ പൊളിക്കാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക്, കോൺഗ്രസിന് അത് ഒറ്റ രാത്രി കൊണ്ട് സാധിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു 10 പിള്ളേരെ അയച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കുമെന്ന് തന്നെയാണ് ഈ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് CPM-നെ വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്തായാലും പ്രദേശത്ത് CPIM-ൻ്റെയും ഒരു ശക്തി കേന്ദ്രമാണ്. സ്വാഭാവികമായും ഈ സമ്മേളനത്തിൻ്റെ, അതായത് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായി പ്രതിഷേധ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും CPIM-ൻ്റെ പാർട്ടി ഓഫീസ് തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടെയും CPM പ്രവർത്തകന്മാർ തമ്പടിച്ച് നിൽക്കുകയും ഇത്തരത്തിൽ അതിനെ ഈ പരിപാടിയൊക്കെ തന്നെ ആകമാനം നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വെല്ലുവിളി, കെ സുധാകരൻ്റെ ഈ വെല്ലുവിളി ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനപരമായി മാറുകയും ഒരു തുടർ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്താൽ അത് ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി ഈ പിണറായിയും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ശക്തമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അതിശക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ് നടത്തിയിരുന്നു. വോട്ട് ശതമാനം ഉൾപ്പെടെ പരിശോധിച്ചു കഴിഞ്ഞാൽ കെ സുധാകരന് വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ബൂത്തിൽ പോലും കെ സുധാകരന് വലിയ രീതിയിലുള്ള വോട്ട് വർധന ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ ആ ഒരു പശ്ചാത്തലമൊക്കെ പരിഗണിച്ചാൽ കോൺഗ്രസ് വലിയ ആവേശത്തിലാണ്. സാധാരണ ഇതിൽ അടികൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ കുറച്ചു കാലമായി. അതുകൊണ്ട് കെ സുധാകരൻ കൂടി എത്തി ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തുമ്പോൾ അത് പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു ആവേശമുണ്ടായാൽ അതൊരു തുടർ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. വ്യക്തമാണ്. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 10 പിള്ളേരെ അയച്ച് കാണിച്ചു തരാമെന്ന വെല്ലുവിളി മാത്രമല്ല, മറ്റൊരു പ്രതികരണം കൂടി കെ സുധാകരനിൽ നിന്ന് വന്നിട്ടുണ്ട്.